നിങ്ങൾക്ക് ഈ ആളിനെ മനസ്സിലായില്ല എന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഈ പുള്ളിക്കാരിയെ ഇപ്പൊ പുതിയൊരു ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഇപ്പൊ മുകേഷിനെ അങ്ങോട്ട് മാറ്റി നിർത്തി, അതോടൊപ്പം തന്നെ ജയസൂര്യയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി. ഇപ്പൊ മാറ്റി നിർത്തിയിട്ട് വലിയ വലിയ തലങ്ങളിലേക്കാണ് പുള്ളിക്കാരിയുടെ ചുവടുമാറ്റം. ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ആരെക്കുറിച്ചാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകാം. പുള്ളിക്കാരി രണ്ടും കൽപ്പിച്ചിട്ടാ കേട്ടോ. പുള്ളിക്കാരി എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ പുള്ളിക്കാരിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ കുറിച്ച ഒരു കാര്യമാണ്. മുമ്പ് പുള്ളിക്കാരി വേറൊരു രീതിയിലായിരുന്നു ഇത് കുറിച്ചതെങ്കിൽ ഇപ്പൊ പുള്ളിക്കാരി അതിനെ കുറച്ചുകൂടി എഡിറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ വിട്ട ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പൊ എനിക്ക് തോന്നി ഈ ഒരു കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഈ പുള്ളിക്കാരി പറഞ്ഞത് പ്രഗത്ഭനായ ഒരു നടനെ കുറിച്ചാണ്. അപ്പൊ അതാരാണ് നടൻ എന്ന കാര്യം നമുക്കൊന്ന് അറിയണ്ടേ? അപ്പൊ അതാരാണ് ആ നടൻ എന്ന് നമുക്കൊന്ന് അറിയാം. അതോടൊപ്പം തന്നെ പുള്ളിക്കാരി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൂടി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അപ്പൊ തുടങ്ങാം അല്ലേ? നിങ്ങളൊക്കെ സ്നേഹത്തോടെ ആരാധിക്കുന്ന പ്രഗത്ഭൻ, ഒരു നാടിൻ്റെ സംസ്കാരത്തെ ഊന്നിപ്പിടിച്ച് സാധാരണ ജനങ്ങൾക്ക് നന്മ കാണിച്ചു കൊടുക്കേണ്ട ഈ നാടിനോട് കേരളത്തിൽ ആദ്യമായി ജ്വല്ലറി തുടങ്ങാൻ ആഗ്രഹിച്ച അതേ മതത്തിൽപ്പെട്ട ആൾ അദ്ദേഹത്തിൻ്റെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് വേണ്ടി നടൻ്റെ വീട്ടിൽ ചെന്ന് സ്നേഹത്തോടെയും ആദരവോടുകൂടിയും തൻ്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയും ബ്രാൻഡ് അംബാസഡർ ആകുന്നതിന് വേണ്ടിയും ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ അവസാന റോളുകളിൽ നന്മപരമായി വാഴ്ത്തിയ ആളും ഈ നടനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. നമ്മൾ നടന്മാരെ കഥാപാത്രങ്ങളിലൂടെയും അവരെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ മഹാനടൻ വളരെ മോശമായി ചോദിച്ചു, എത്ര കിലോ സ്വർണമുണ്ടാകും നിങ്ങളുടെ 2 ജ്വല്ലറിയിൽ? ഉടമ എത്ര കിലോ എന്ന് പറഞ്ഞു. പ്രഗത്ഭൻ പറഞ്ഞത്, എൻ്റെ ഭാര്യയുടെ സ്വർണം ഇതിൻ്റെ 10 ഇരട്ടിയുണ്ട്. എന്നിട്ട് പീറയായ ഇയാളുടെ ജ്വല്ലറിക്ക് ഞാൻ ഉദ്ഘാടനം ചെയ്യണം അല്ലേ? ബ്രാൻഡ് അംബാസഡർ ആകണം അല്ലേ? താൻ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ വീട്ടിൽ കയറി വന്നത് എന്ന് ചോദിച്ച് പുച്ഛിക്കുകയും ആ മനുഷ്യനെ കുത്തിനോവിക്കുകയും ചെയ്തപ്പോൾ വേദനയോടെയും സങ്കടത്തോടെയുമാണ് ആ മനുഷ്യൻ ആ വീട്ടിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത്. പ്രഗത്ഭൻ വന്നോളാൻ പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ 2 സ്റ്റാഫുകളുമായി ഫോട്ടോ എടുക്കാനും കൂടി ക്യാമറയുമായി വന്നത്. ആ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ മനുഷ്യന്റെ ക്യാമറയിൽ ഈ മഹാനടൻ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റാഫുകൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിരുന്നു. ഈ ക്ലിപ്പ് മറ്റൊരു ലോകം അംഗീകരിച്ച ഒരു പ്രമുഖ നടന്റെ കയ്യിൽ എത്തിപ്പെട്ടു. ഷാരൂഖ് ഖാൻ വരെ വാനോളം പുകഴ്ത്തിയ ആ മഹാനടൻ ഒരു ലാഭേഴ്ചയും വേണ്ട എന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ സങ്കടം കണ്ട് ആ മനുഷ്യന് വേണ്ടി പരസ്യം ഷൂട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കുകയും ഈ ജ്വല്ലറികൾ ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആകുകയും ആ മനുഷ്യനോടൊപ്പം നിന്ന് ആ മനുഷ്യനെ പൂർണ്ണമായി സഹായിച്ചു. തോളോട് തോൾ ചേർന്ന് നിന്ന് ഇന്ന് ഈ നിലയിൽ ആ മനുഷ്യന് ഇന്ത്യയിലും വിദേശത്തും 20ഓളം സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ കൂട്ടുനിന്ന ആ മഹാനടനും ജനിച്ച മണ്ണാണ് കേരളം. അപ്പോൾ ഏതൊരു നടന്മാർ കിട്ടൊരു കുത്തല്ലേ? ഈ പുച്ഛിച്ച പ്രഗത്ഭ നടൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറ്റുവെച്ച് നഗ്നനായി തേവര തൊട്ട് MG റോഡ് വരെ ഓടിയ ആളാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതുപോലെ പ്രഗത്ഭ നടനേക്കാൾ ഗ്ലാമറായി വില്ലനെയോ അദ്ദേഹം അനുവദിക്കില്ല. അതുപോലെ പൊക്കം കുറഞ്ഞ നടന്മാർ പൊക്കമുള്ളവരെ കൂട്ടിച്ചേർക്കില്ല. അടുത്തിടെ ഒരു ആർട്ടിസ്റ്റ് ദുബായിൽ നിന്നും വന്നു. അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കണ്ടാൽ സുമുഖൻ, പൊക്കം കുറഞ്ഞ പ്രഗത്ഭ നടൻ ഗ്ലാമറും ഹൈറ്റുമുള്ള ദുബായിൽ നിന്നും വന്ന ആർട്ടിസ്റ്റിനെ മാറ്റാൻ പറഞ്ഞു. ഇതൊക്കെ കൂടിപ്പോയോ എന്ന് ജനങ്ങൾക്ക് തോന്നിയില്ലേ? ജനങ്ങളുടെ കാശുകൊണ്ടാണ് ഇവർ ഈ നിലയിലെത്തിയത്. പ്രൊഡ്യൂസറിൻ്റെയും വിനയവും മനസാക്ഷിയും നന്ദിയും ഇല്ലാത്തവരെ നമ്മുടെ കേരളത്തിൽ ആറാടാൻ അനുവദിച്ചു കൊടുക്കരുത്. അഹങ്കാരികൾ വന്ന വഴി മറന്നുപോയവർ. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സ്വന്തം അമ്മയെ കൂട്ടിക്കൊടുത്ത നടനും ഉൾപ്പെടും. ഭാര്യയെ കൂട്ടിക്കൊടുത്ത സംവിധായകനും. എത്ര സ്ത്രീകളുടെ പ്രാക്കും കണ്ണീരുമാണ് ഹേമ കമ്മിറ്റി കൂടി പുറത്തു വരുന്നത്. SIT ടീം എല്ലാത്തിനെയും തൂത്തുവാരും. പൂങ്കുഴലി മേഡം തമിഴ്നാട്ടുകാരിയാണ്. കൂടുതൽ പറയുന്നില്ല, കാത്തിരുന്ന് കണ്ടോ. ഇവർക്കൊക്കെ യൗവനം നിലനിർത്താൻ കൊച്ചു പെണ്ണുങ്ങൾ വേണം. രാജാക്കന്മാരുടെ കിരീടം താഴെ വീഴാൻ അധിക സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ആ ഒരു കുറിപ്പ് കുറിച്ചിരിക്കുന്നത്.
ഇവിടെ പുള്ളിക്കാരി പറയുന്ന പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യൗവനം നിലനിർത്താൻ വേണ്ടി കൊച്ചു പെൺപിള്ളാരെ വേണമെന്ന് പുള്ളിക്കാരി പറയുന്നു. അതോടൊപ്പം തന്നെ പുള്ളിക്കാരി പറഞ്ഞ വേറൊരു കാര്യമാണ്, ബെറ്റ് വെച്ച് നഗ്നനായി തേവര തൊട്ട് MG റോഡ് വരെ ഓടിയ ആളാണെന്ന് പറയുന്നു. അപ്പോൾ 2 ക്ലൂ ആയി. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, പുള്ളിക്കാരനെക്കാട്ടിലും കൂടുതൽ ഗ്ലാമർ ഉള്ളവരെ ഒന്നും പുള്ളിക്കാരൻ്റെ കൂടെ അഭിനയിപ്പിക്കാനായിട്ട് ഈ പറയുന്ന പ്രഗത്ഭൻ മുതിരുന്നില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞ വേറൊരു കാര്യമുണ്ടോ, കഥ പറയുമ്പോഴെന്ന സിനിമയിൽ അവസാന സീനുകളിൽ നന്മമരമായി വാഴ്ത്തിയ ആളും ഈ നടനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും പുള്ളിക്കാരി ഒരു ക്ലൂ തരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ നിരവധി കമൻറ്റുകളാണ് ഈ കമൻറ്റ് സെക്ഷനിൽ വരുന്നത്. എല്ലാവരും പറയുന്നത് മമ്മൂട്ടിയുടെ പേരാണ്. ആ പറയുന്ന ജുവലറി എന്ന് പറയുന്നത് മലബാർ ഗോൾഡ് ആണെന്ന് കമൻറ്റിലൂടെ ജനങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ അത് ഏറ്റെടുത്തത് മോഹൻലാൽ ആണെന്നും കമൻറ്റ് ബോക്സുകളിൽ പറയുന്നു. പിന്നെ ചില കമൻറ്റുകൾ വരുന്നത്, എന്തെങ്കിലും വിവാദമുണ്ടാക്കി 10 പേര് അറിയുക, സിനിമയിൽ അവിടെ ഇവിടെ മുഖം കാണിച്ച് ആരെങ്കിലും അറിയാതെ പോയ നടി എന്ന പേര് ഇപ്പോൾ വിവാദം സ്വന്തമായി സൃഷ്ടിച്ച് സ്വയം പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ചില കമൻറ്റുകളുണ്ട്. എന്നാൽ മമ്മൂട്ടിയെക്കുറിച്ച് പലരും ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് പറയുമ്പോഴും മമ്മൂട്ടിയുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇതുപോലെ മലബാർ ഗോൾഡിൻ്റെ ഓണറായ ഫൈസൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിൻ്റെ അകത്ത് മമ്മൂട്ടിക്ക് ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റൊക്കെയാണ് പുള്ളി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരിയെ ആരാണ് ഈ പ്രഗത്ഭൻ എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ ഇവിടെ ജനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് അത് മമ്മൂട്ടിയാണെന്നുള്ള കാര്യം. നിങ്ങൾക്ക് ആരാണെന്നാണ് തോന്നുന്നത്? ഇവിടെ പറയുന്ന ഈ പ്രഗത്ഭൻ ആരാണ്? പുള്ളിക്കാരി എന്തുമായാലും മുക്കും മൂലേ പറയത്തുള്ളൂ. അത് പണ്ട് തൊട്ടുള്ള ഒരു സ്വഭാവമാണ്. പക്ഷെ മുകേഷിന്റെ കാര്യത്തിൽ മാത്രമേ വന്ന് പറഞ്ഞുള്ളൂ, മുകേഷ് എന്നെ പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെ വന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ പൈസ ചോദിച്ചത് ഞാൻ തെറ്റാണോ എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി വന്ന് ചോദിച്ചതും മുകേഷിനെ കുറിച്ചായിരുന്നു കൂടുതലായിട്ട്. പിന്നെ ജയസൂര്യയൊക്കെ പുറകിൽ നിന്ന് കയറി പിടിച്ച് ഉമ്മ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും മുകേഷിനെ കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അത് ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ട് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് എന്നെ ഉപയോഗിച്ചു, എന്നിട്ട് അവിടുന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടു എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ പ്രഗത്ഭ നടൻ ആരാണ്? നിങ്ങൾക്ക് ആരാണെന്നാണ് തോന്നുന്നത്? അതോടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ പോലെ മമ്മൂട്ടിയാണോ? ഇവർ ഈ പറഞ്ഞ സാദൃശ്യങ്ങളും ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടി തന്നെയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൽ തന്നെ പറയുന്നുണ്ട് ഹൈറ്റ് കുറഞ്ഞ ഒരു പ്രഗത്ഭനാണെന്നും പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം മമ്മൂട്ടിക്ക് ഹൈറ്റ് കുറവുണ്ടോ? മമ്മൂട്ടിക്ക് ഹൈറ്റ് നല്ലപോലെ ഉണ്ട്. അപ്പം മമ്മൂട്ടി അല്ലയോ എന്നൊരു ചോദ്യം കൂടി ഇവിടെയുണ്ട്. കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ നല്ലവനാണ് എന്ന് കാണിച്ചത് ആരെയാണ്? അവിടെ ഈ പറയുന്ന ശ്രീനിവാസനെയാണ്. അപ്പോൾ ശ്രീനിവാസനാണോ എന്നൊരു ചോദ്യവും ഇവിടെ ഇല്ലാതെയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.